നിറയ്ക്കുമേ. ഈ മഹാവ്യാധിയും സ്നേഹമോടെ കരുതിയവൻ, കൈയൊഴിഞ്ഞൻ കൈകളെ സ്നേഹമോടെ കരുതിയവൻ, ആർദ്രമായ സ്നേഹമല്ലേ എന്നെ എന്നും നടത്തിയത്. ആർദ്രമായ സ്നേഹമല്ലേ എന്നെ എന്നും നടത്തിയത്. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. മിറക്കിൾ സൺഡേ കൊല്ലത്ത് സെപ്റ്റംബർ 22 രാവിലെ 8 മണി മുതൽ. സ്ഥലം സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ അഞ്ചലിലും പാറശാലയിലും സെപ്റ്റംബർ 29 രാവിലെ 8:30 മുതൽ ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ അഞ്ചൽ. വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം പാറശാല. കർത്താവിന്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കുവാൻ തക്കോണം കർത്താവിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു പ്രൊഫറ്റിക്കായ വേർഡാണ്, പ്രൊഫറ്റിക് മെസ്സേജാണ് നമ്മൾ ഇന്ന് കേൾക്കാനായി പോകുന്നത്. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവമായുള്ള ബന്ധത്തിലായിരിക്കുന്നവർ, ശുശ്രൂഷയുടെ മുഖത്തായിരിക്കുന്നവർ, ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളിലും ദൈവസഭയെ സപ്പോർട്ട് ചെയ്യുന്നവർ, ദൈവരാജ്യത്തിന് അനുഗ്രഹമായിരിക്കും. നിങ്ങൾ ചിന്തിച്ചാട്ടെ, നിങ്ങളെ കർത്താവ് ഉപയോഗിക്കുന്നത്. ഈ നാളുകളിൽ വ്യത്യസ്തമായ അഭിഷേകത്താൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കുകയാണ്. ദൈവമുണ്ടെന്ന് തെളിയിക്കുന്ന വിധത്തിൽ കർത്താവിൻ്റെ കരം നിങ്ങളിലൂടെ ചലിക്കാൻ പോവുകയാണ്. ആർക്കും എതിർത്ത് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം നിങ്ങളെ ദേശത്ത്, നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് നിങ്ങളെ പ്രയോജനപ്പെടുത്തും. വിശ്വാസത്തോടെ ഓരോ വചനവും ഏറ്റെടുത്താട്ടെ. ഈ നാളുകളിൽ അത് നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കാൻ പോവുകയാണ്. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഏലിയാവ് ചെയ്ത പരിപാടി, ഇസ്രായേൽ ഗ്രഹത്തിനൊത്തവണ്ണം കല്ലുകൾ എടുത്തിട്ട് ഒരു യാഗപീഠം പണിഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന കുറച്ചും കൂടെ നല്ലൊരു വാചകം, ഇടിഞ്ഞുപോയ യാഗപീഠത്തെ വീണ്ടും പണിയാനിടയായി. എന്നോട് കർത്താവ് പറഞ്ഞു, ആർക്കാ ഇത് സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ആരാണോ തങ്ങളുടെ ലൈഫിനെ ഈ ദിവസങ്ങളിൽ ഒരു റെക്ടിഫിക്കേഷനിലേക്ക്, ഒരു തിരുത്തലിലേക്ക്, ഒരു വീണ്ടും സമർപ്പണത്തിലേക്ക്, ഒരു പുനഃപരിശോധനയിലേക്ക്. ഞാൻ വിചാരിച്ചിരുന്ന എനിക്കൊരു പരിശോധനയുടെ ആവശ്യമില്ലെന്ന്. ഇന്നലെ രാത്രി ഇരുന്നപ്പോൾ എനിക്കൊരു 100 കാര്യങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വന്നു. ഞാൻ അതിനെല്ലാം പറഞ്ഞു, യെസ് ലോർഡ് ഞാൻ എങ്ങനെയാ, യെസ് ലോർഡ് ഞാൻ എങ്ങനെയാ, യെസ് ലോർഡ് ഞാൻ എങ്ങനെയാ. ഞാൻ ആ കാര്യത്തിലെല്ലാം ഒരു തിരുത്തലിലേക്ക് വന്നു. എനിക്ക് മനസ്സിലായി, പുതിയ തുരുത്തിയിലാണ് പുതിയ വീഞ്ഞൊഴിക്കുന്നത്. പഴയതിലത് ഒഴിക്കത്തില്ല. പുതുക്കമുള്ള യാഗപീഠത്തിലാണ് ഒരു പുതിയ തീ വരാൻ പോകുന്നത്. നിങ്ങളുടെ പുതുക്കം അതിന് വലിയ യാഥാർത്ഥ്യമാണ്. ഈ പകൽ ആരാണോ തങ്ങളുടെ ലൈഫിനെ പുതുക്കുന്നത്, അവരുടെ അടുക്കലേക്ക് ഒരു ദൈവത്തിന്റെ തീ വ്യാപരിക്കാനായി പോകുന്നു.
നിങ്ങൾ ശ്രദ്ധിക്കണേ, എന്നെ ശ്രദ്ധിക്കണേ. അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിക്കണേ. എലിയാവ് യാഗപീഠത്തെ പണിഞ്ഞിട്ട് അതിന് മേൽ വെള്ളം കോരി ഒഴിച്ചു എന്നാ കഴിക്കുന്നേ. മൊത്തം വായിക്കുന്നില്ല ഞാൻ ആ വാചകം വായിക്കുമ്പോൾ ഇതുവരെ തോന്നാത്തൊരു കാര്യം പറയുക. ഒരിക്കലും ഇനി ഒരു സന്ദർശനം എൻ്റെ ലൈഫിൽ ഉണ്ടാകത്തില്ല. ഇനി ഒരിക്കലും ഇതൊന്ന് തെളിയപ്പെടത്തില്ല. ഇനി ഒരിക്കലും ആളുകളുടെ മുമ്പിൽ അതൊന്ന് കൺവിൻസ്ഡ് ആകത്തില്ല. ഉദാഹരണം പറഞ്ഞ് വർഷങ്ങളായിട്ട് നടക്കുക പാണ്ഡുവായിട്ട്. ഇനി ഒരിക്കലും അത് മാറത്തില്ല. ഇനി ഒരിക്കലും അതിന് വ്യത്യാസം വരത്തില്ല എന്ന് പറയുന്ന കാര്യത്തിന് മേൽ നനഞ്ഞു പോയത്, ഒരിക്കലും കത്തില്ല എന്ന് പറയുന്നത്, ഒരിക്കലും പുനർജീവിക്കില്ല എന്ന് പറയുന്നത്, അവിടെ എന്റെ ദൈവം വെളിപ്പെടാനായി പോകുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഒരിക്കലും അവിടെ തീ പിടിക്കത്തില്ല. ഇനി ഒരിക്കലും അവിടെ ചലനം ഉണ്ടാകത്തില്ല. ഇനി ഒരിക്കലും ഒരു ദൈവപ്രവൃത്തി അവിടെ നിന്ന് എഴുന്നേക്കത്തില്ല. ഞാൻ നിങ്ങളോട് പറയാം, ഇതുവരെ അങ്ങനെയാണ് ചില കാര്യങ്ങൾ വിശ്വാസിയായിരിക്കുന്ന നിനക്കുള്ളതെങ്കിൽ ഈ പകൽ നിന്നോടുള്ള ദൂത, ഈ ജൂണും ജൂലൈയും നിനക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യാൻ പോകുകയാണ്. ഞാൻ ഒന്നും കൂടെ വാചകം പറയും. ഇനി ഒരിക്കലും കത്തത്തില്ല, ഇനി ഒരിക്കലും മാറത്തില്ല. പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് ഇത്രയും കൊല്ലമായി, വിശ്വാസത്തിൽ വന്നിട്ട് ഇങ്ങനെയാണ്, പക്ഷെ ഇതുവരെ ഒരു ചേഞ്ച് ഇല്ല. ആ കാര്യം ഒരിക്കലും വ്യത്യാസപ്പെടത്തില്ല. ഞാൻ ആ വ്യക്തിയോടാ പറയുന്നത്, അവിടേക്ക് ദൈവത്തിന്റെ തീ ഇറങ്ങും, അവിടേക്ക് ദൈവത്തിന്റെ ശക്തി വരും, അവിടേക്ക് ദൈവ പ്രവൃത്തി ഉണ്ടാകും. ചിലരുടെ മോന്റെ വിവാഹം, ചിലരുടെ രോഗങ്ങൾ, ചിലരുടെ ഫിനാൻസുകൾ, ചിലരുടെ വഴികൾ, എന്റെ ദൈവത്തിന്റെ വഴികൾ തുറക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയാം, ചെറിയ കാര്യം കയറി പിടിക്കുന്നവര് പിടിച്ചോട്ടെ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇനി ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, ഇനി ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ കയറി പിടിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടുള്ള ദൂത ഈ മാസം അത് സംഭവിക്കും, ഈ ആഴ്ചയിലോ സംഭവിക്കും, ഈ വരുന്ന ദിവസങ്ങളെ സംഭവിക്കും. എന്റെ ചർച്ചിലെ സഹോദരങ്ങളോട് ഒരു ദൂത് പറയാം, ചർച്ചിന്റെ മുഖമേ മാറിപ്പോകും. എന്റെ ലീഡേഴ്സിനോട് ഒരു വാചകം പറയാം, ചർച്ചിന്റെ മുഖമേ മാറാൻ പോകുന്നു. നിങ്ങളുടെ ശുശ്രൂഷയുടെ മുഖമേ മാറാൻ പോകുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ചും കൂടെ വലിപ്പമുള്ള ദൂതാ കേട്ടോ, വേണ്ടവരെടുത്തോണം. നിങ്ങളിൽ പലരും, ഞാനിത് പ്രാർത്ഥിക്കുമ്പോ ആ സമയത്ത് സോളി ഇല്ലായിരുന്നു, രാത്രി അവൾ ഉറങ്ങാൻ പോയി. എനിക്ക് അവളെ വിളിച്ചു പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ അവളോട് ഞാൻ പറയുക, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ റെഡി ആയിക്കോ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞു. ദൈവമുണ്ടെന്ന് തെളിയിക്കുന്ന വിധത്തിൽ ചില ശുശ്രൂഷകൾ ചിലരെ ഏൽപ്പിക്കാൻ പോവുകയാണ്. സോളി, നീ പ്രാർത്ഥിക്കുന്ന കാര്യമല്ലേ ഇത്? മൈക്ക് പറ, നീ ഇതല്ലേ ഇത് പ്രാർത്ഥിക്കുന്നേ? എനിക്ക് നിന്റെ എല്ലാ പ്രാർത്ഥനയും അറിയത്തില്ല. ദൈവം ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു ശുശ്രൂഷ നിന്നെ കൊണ്ട് ദൈവം ചെയ്യിക്കാൻ പോവാ. നീ ശുശ്രൂഷിക്കുന്നത് കണ്ടാൽ, ഞാൻ ഒന്നും കൂടെ പറയാം, വേണ്ടവർ റിസീവ് ചെയ്തോണം. അവിടെ ദൈവം ഇറങ്ങി നിൽക്കുന്നു എന്ന് ആളുകൾ പറയാൻ പോവുക. ഇനി ഞാൻ പറയുന്ന വാചകം ശ്രദ്ധിച്ചോണം. ദൈവത്തെ പ്രദർശിപ്പിക്കുന്നവർ എഴുന്നേൽക്കുന്നു. ഈ ജൂണിലെ ദൂത, ഈ ജൂണിലെ ദൂത, ഞാൻ ദൂതിലേക്ക് കയറുവാ, ഞാൻ ഈ ദൂതിലേക്ക് കയറുവാ. ദൈവം ഉണ്ടെന്ന് തെളിയിക്കുന്ന ആളുകൾ എഴുന്നേൽക്കുന്നു. ഞാനിത് പറയുമ്പോ ചിലരുടെ തലയിൽ നിന്ന് ഷോക്കടിക്കുന്ന പോലെ ദൈവശക്തിയുണ്ട്. ഞാൻ ഒന്നും കൂടെ പറയാം, ദൈവം ഉണ്ടെന്ന് തെളിയിക്കുന്ന ആളുകൾ പ്രസംഗിച്ചല്ല, ശൂന്യതയിൽ നിന്ന് ചിലത് വെളിപ്പെടുത്തിയിട്ടോ
മാജിക്കുകാരനെ തോൽപ്പിക്കുന്ന വിധത്തിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ പോകുന്നു. ഈ ജൂൺ മാസത്തെ ദൂത തെറ്റിപ്പോകരുതോ, മറന്നുപോകരുതോ, എഴുതിയിടണം. ദൈവം ഉണ്ടെന്ന് തെളിയിക്കുന്ന ശുശ്രൂഷകർ ഇതിനകത്ത് എഴുന്നേറ്റ് വരാൻ പോകുന്നു. ദൈവത്തെ വെളിപ്പെടുത്തുന്ന ആളുകൾ ഇതിനകത്ത് എഴുന്നേറ്റ് വരാൻ പോകുന്നു. ദൈവത്തെ അവർ വെളിപ്പെടുത്താൻ തുടങ്ങും. അവരുടെ കൈകളിൽ ദൈവം വെളിപ്പെട്ടു വരും. അവരുടെ വാക്കുകളിൽ ദൈവം വെളിപ്പെട്ടു വരും. അവരുടെ കണ്ണുകളിൽ ദൈവം വെളിപ്പെട്ടു വരും. അവരുടെ നോട്ടത്തിൽ വെളിപ്പെട്ടു വരും. നിങ്ങൾ അനുഭവിക്കുന്നത് ദൈവശക്തിയാ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. നിങ്ങൾ ആരെങ്കിലും അവിടെ ബഹളം വെക്കുന്നെങ്കിൽ നോക്കല്ലേ. ഈ ചർച്ചിനകത്ത് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടാകുക, അത് ഉളവാകുകയാ. ദീന നഹസിമ, ദീന മഹസിമ, ദീന ഹസിമ ഹാലോകോ, റീസ മന ഹസികോകോ, ലീന മന ഹസികോ, റീസി മന ഹസകോബോ. ദൈവത്തെ വെളിപ്പെടുത്തുന്നവർ. ഞാൻ നിങ്ങളോട് പറയാം, ചിലർ പട്ടണങ്ങൾക്ക് സഭ ദൈവത്തെ വെളിപ്പെടുത്താൻ പോകുന്നു. രാജ്യങ്ങൾക്ക് ദൈവത്തെ വെളിപ്പെടുത്താൻ പോകുന്നു. ഇന്ത്യക്ക് വെളിപ്പെടുത്താൻ പോകുന്നു. സംസ്ഥാനങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു. നീ ഇതുവരെ കണ്ടിട്ടുള്ളതല്ല കാണാൻ പോകുന്നേ. A new season is beginning. A new season is beginning. New season is beginning. ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് പറയാം, എനിക്ക് ജൂണിൽ എന്തോ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമായിരുന്നു. പക്ഷെ ജൂൺ ജൂലൈയിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് അതിൻ്റെ ഒരു പോർഷൻ എനിക്കിന്ന് അറിയാം. സീരിയസ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച മുതൽ 2 മാസം മുമ്പ് പറഞ്ഞു തുടങ്ങും, മെയ് ജൂൺ എന്തോ പ്രത്യേകതയുള്ള മാസങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധാരണമായിരിക്കും കേട്ടോ, അസാധാരണമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഏലിയാവിനൊരു കാര്യം അറിയാം. ഞാൻ പറഞ്ഞ തീപ്പെട്ടി ഉരയ്ക്കാതെ തീ ഉണ്ടാവുമെന്ന്. ഞാനൊന്നും കൂടെ പറയാം. ഏലിയാവിനൊരു കാര്യം അറിയാം. ഞാൻ ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്യാതെ, തീപ്പെട്ടി കത്തിക്കാതെ, ലൈറ്റർ ഉപയോഗിക്കാതെ ഞാൻ പറഞ്ഞ തീ വെളിപ്പെടുമെന്ന് അറിയാം. തന്നെ പിടിക്കാൻ വന്ന ആളുകളോട് ശ്രദ്ധിക്കാം. തന്നെ പിടിക്കാൻ വന്ന ആളുകൾ എന്ന് ശ്രദ്ധിക്കാം. ആ ആളുകളെ നോക്കിയിട്ട് ഏലിയാവ് പറയുക, ശ്രദ്ധിച്ച് കേൾക്കണം, ഭയങ്കരമൊക്കെ കേൾക്കാം കേട്ടോ. അവരുടെ മേൽ തീ വീഴട്ടെ. എവിടുന്ന് വരുന്ന സാധനം എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന ആ തീയെ, ആ സിംഹാസനത്തെ താൻ കൈകാര്യം ചെയ്യുന്നയാളായിരുന്നു എന്ന് പറഞ്ഞ് ആ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന നദിയെ, അതിനെ സ്വീകരിച്ച് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നയാളായിരുന്നു അവൻ. ന്യായവിധിയുടെ തീ വെളിപ്പെടാൻ പോകുന്നു. ദൈവമാണെന്ന് തെളിയിക്കുന്ന തീയും വെളിപ്പെടാൻ പോകുന്നു. രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും ചലിക്കുന്നത്. ഒന്ന്, ദൈവം ഞാനാണെന്ന് തെളിയിക്കുന്ന ദൂതും തീയും, ന്യായവിധിയുടെ തീയും ഒരേപോലെ പട്ടണങ്ങളിൽ പിടിക്കും. ഇത് കർത്താവിനോട് പറഞ്ഞൊരു വാചകം പറയട്ടെ. ഇത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല നടക്കാൻ പോകുന്നേ. അടുത്തിരിക്കുന്നവരോട്, കേരളത്തിൽ മാത്രമല്ല, ഈ ഇന്ത്യയിൽ ഉടനീളം നിങ്ങൾ ഇത് കാണാൻ പോവുക. ഭരണം ആരായിരുന്നാലും, കക്ഷി ആരായിരുന്നാലും ഇത് വെളിപ്പെടും. ഞാൻ നോക്കുമ്പോൾ ഇന്നലെ രാത്രിയിൽ, ഇന്ന് പകലുള്ള എനിക്ക് കാണാനുള്ളത്, അതിനായി ദൈവം അസൈൻ ചെയ്തിരിക്കുന്നു ദൂതന്മാരെ. ഇതുവരെ നമ്മൾ
പട്ടണങ്ങളിൽ കണ്ടിട്ടില്ലാത്ത പുതിയ അസൈൻഡായ ഏഞ്ചൽസ് ഈ പട്ടണങ്ങളിലേക്ക് ഇറങ്ങുക. സ്വർഗ്ഗം എന്നോട് പറഞ്ഞത് ഞാൻ അതിനായി ദൂതന്മാരെ അസൈൻ ചെയ്തിരിക്കുവാന്ന്. ഓ എന്ന് പറഞ്ഞ ദൈവം അതിനുവേണ്ടി ചിലരെ മാറ്റി വെച്ചേക്കുവാ. എപ്പോ വേണമെങ്കിലും വെളിപ്പെടാം, ഏത് സെക്കൻഡിൽ വെളിപ്പെടാം. അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്തിട്ട് പറ, അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്തിട്ട് പറ, ഒരിക്കലും തെറ്റാത്ത തെളിവുകൾ, ഒരിക്കലും തെറ്റാത്ത തെളിവുകൾ, കൺവിൻസിംഗ് ആയ ഡെമോൺസ്ട്രേഷൻസ്. പറ, കൺവിൻസിംഗ് ആയ ഡെമോൺസ്ട്രേഷൻസ്. എന്റെ ദൈവം എന്തെങ്കിലും പറഞ്ഞാലേ ദൈവത്തിന്റെ ഒരു സ്വഭാവമുണ്ട്. അടുത്തിരിക്കുന്നവരോട് പറ, ദൈവത്തിന്റെ സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിന്റെ പ്രത്യേകത ഞാൻ പറയട്ടെ. സ്വഭാവത്തിന്റെ പ്രത്യേകത, ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത, ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അത് അവർക്ക് കൺവിൻസിങ് ആകേണ്ടതിന് തെളിവുകൾ ദൈവം ചെയ്യും. നിങ്ങൾ കേട്ടില്ല ഞാൻ പറഞ്ഞത്? ദൈവം ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ ദൈവം അയാളെ തെരഞ്ഞെടുത്തിട്ട് അയാൾക്ക് മനസ്സിലായില്ലെങ്കിൽ ദൈവം അതിനെ കൊണ്ട് ഉപേക്ഷിക്കത്തില്ല. അയാളെ കൺവിൻസിങ് ആയ ചില തെളിവുകൾ കൊടുക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മോശെ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ നീ വേറെ ആരെങ്കിലും അയക്കേ. തീ ഇറങ്ങിയത് സത്യമാ, തീയുടെ നടുവിൽ വെളിപ്പെട്ട് സത്യമാ, സംസാരിച്ചു സത്യമാ, പക്ഷെ എന്നെ കൊണ്ട് പറ്റത്തില്ല, നീ വേറെ ആരെങ്കിലും അയക്കേ. കർത്താവ് പറഞ്ഞ ആദ്യത്തെ വാചകം 4-1 വാക്യം മുതൽ വായിക്കണം. കർത്താവ് പറഞ്ഞു, നിന്റെ കയ്യിൽ എന്നാ ഉള്ളേ? അവൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു വടിയാ ഉള്ളേ, നീ താഴോലിട്ടിട്ടേ. അവൻ താഴോലിട്ടിട്ടു. അത് അവനെ ഭയപ്പെടുത്തുന്ന പാമ്പായി. അവനോട് കർത്താവ് പറഞ്ഞു, നീ അവനത് കണ്ടിട്ട് ഓടിപ്പോയെന്ന് എഴുതിയിരിക്കുന്നത്. അവൻ നിൽക്കുന്ന സ്ഥലത്ത് അപ്പൊ എത്രത്തോളം വലിയ പാമ്പായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുക. അടുത്ത വാചകം, മോശയോട് അവന്റെ കൈ നീട്ടി ആ വാലിനെ പിടിക്കാൻ പറഞ്ഞു. വാലിനെ പിടിച്ചു അവൻ. ആ വടി പാമ്പായി, പാമ്പ് വടിയായി. എനിക്ക് ദൈവത്തോട് ചോദിക്കാനുള്ളത്, എന്നത്തിന് ഈ തെളിവ്? സ്വർഗ്ഗം എന്നോട് പറഞ്ഞൊരു വാചകം, ഞാൻ നിന്നെ വിളിച്ചു എന്നതിന് തെളിവ്. ചിലരോടുള്ള ദൂത, ഞാൻ നിന്നെ വിളിച്ചു എന്നതിന്റെ തെളിവ് ഈ ദിവസങ്ങളിൽ വെളിപ്പെടും എന്ന് പറഞ്ഞ നിനക്ക് കൺവിൻസിംഗ് ആകുന്ന തെളിവുകൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുകയാണ്. നിങ്ങൾക്ക് ചിലപ്പോ തമാശയായിട്ട് തോന്നുന്നു, സീരിയസ് ആയി തോന്നുന്നു, എനിക്കറിയത്തില്ല കേട്ടോ. ചിലത് തെളിവായി വെളിപ്പെട്ടു വരികയാണ്. നിങ്ങൾക്ക് എന്റെ കൂടെ വരാൻ പറ്റുന്നോ? ദൈവം ചിലത് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ദൈവം ചില ചുറ്റുപാടുകളെ ക്രമീകരിക്കാനായി തുടങ്ങും. എനിക്ക് വീടുണ്ടായപ്പോ ആളുകൾ കടന്ന് തലയും കുട്ടി മറിയൊക്കെ ചെയ്തു. പക്ഷെ നിങ്ങൾക്കറിയാമോ, എന്റെ വീട് വാങ്ങിയതിന്റെ അല്ലെങ്കിൽ 1 കിലോമീറ്റർ അപ്പുറത്ത് എനിക്ക് നടന്നു പോകുന്ന രീതിയിൽ സ്റ്റുഡിയോ തന്നു. സ്റ്റുഡിയോ മേടിക്കുമ്പോൾ ആളുകൾ പറഞ്ഞു ഇവിടെ മേടിക്കണോ, പക്ഷേ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അതിലെ റോഡ് വന്നു. നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ദൈവം ഒരു കാര്യം ചെയ്യണേക്കാൾ മുമ്പ് ചിലത് പ്രിപ്പയർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പ്രിപ്പറേഷൻ നടക്കുമ്പോ വിചാരിച്ചോണം എവിടേക്കോ പോകാൻ പോവാ. നിങ്ങൾ എന്റെ ഒപ്പം എത്തിയെന്ന് എനിക്ക് അറിയത്തില്ല. പ്രിപ്പറേഷൻ നടക്കുമ്പോ വിചാരിച്ചോണം ദൈവം എന്തോ വലിയ കാര്യം ചെയ്യാൻ പോവാ. ഏലിയാവ് ഇടിഞ്ഞുപോയ യാഗപീഠത്തെ പണിയുവാനിടയായി. അതിന്മേൽ ദൈവത്തിൻ്റെ തീ ഇറങ്ങി. കർത്താവ് നിങ്ങളോട് പറയാണ്, ജീവിതത്തെ ക്രമീകരിച്ചാട്ടെ, ഇടിഞ്ഞു പോയതിനെ പണിതാട്ടെ. അങ്ങനെയെങ്കിൽ പുതിയ വീഞ്ഞിനെ പകർന്ന് ഇടിഞ്ഞു പോയിടത്തു നിന്നും അല്ല തകർന്നു പോയിടത്തു നിന്നും തിരുത്തപ്പെടേണ്ട അനുഭവത്തിൽ നിന്ന് എല്ലാം കർത്താവ് നിങ്ങളെ പുതിയ വീഞ്ഞിനാൽ നിറച്ച് പുതിയൊരു ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരും. വിശ്വാസത്തോടെ ധൈര്യത്തോടെ ആയിരുന്നാട്ടെ ജീവിക്കുന്ന ഒരു കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്.
അവൻ നമുക്ക് മതിയായവനാണ് എന്ന ഉറപ്പോടെ ആയിരുന്നാട്ടെ. പുതിയ അഭിഷേകം നിങ്ങളുടെ ചിന്താഗതികളെ മാറ്റും, നിങ്ങളുടെ ലൈഫിനെ മാറ്റും. അസാധ്യമെന്ന് തോന്നുന്ന, പ്രയാസമെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ മറികടക്കാൻ കഴിയത്തില്ല എന്ന് തോന്നുന്ന സകല മേഖലയിലും അവൻ്റെ അഭിഷേകം മതിയായതാകുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, വലിയ നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. പുതിയൊരു ശുശ്രൂഷയിലേക്ക് ഒരുങ്ങിയാട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദർ, ഈ സിസ്റ്ററുടെ പേര് ഓമന, വടൂക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. സിസ്റ്റർക്ക് സന്ധിവാദത്തിൽ നിന്ന് അത്ഭുതകരമായ സൗഖ്യം കിട്ടിയത് പറയാനാണ് ഇപ്പൊ ആയിരിക്കുന്നത്. സന്ധിവാദമായിരുന്നു, സന്ധിവാദത്തിൽ നിന്ന് വിടുതൽ കിട്ടി. 9 മാസമായി സിസ്റ്റർ വളരെ ഭാരപ്പെട്ടിരുന്നു സന്ധിവാദത്താല്. സിസ്റ്റർക്ക് ഞരമ്പ് ചുരുങ്ങുമായിരുന്നു, ഞരമ്പ് ഉരുണ്ട് കയറുമായിരുന്നു, ഇടുപ്പിൽ പിടുത്തം ഉണ്ടായിരുന്നു, ഞരമ്പ് തരിപ്പുണ്ടായിരുന്നു, ശരീരത്തിലെ എല്ലാ ഭാഗത്തും എല്ലുകൾക്ക് വേദന ഉണ്ടായിരുന്നു. കൈകൾ കൊണ്ട് ഒന്നും ഉയർത്തുവാനോ കൈകൾ ഉയർത്തുവാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ പബ്ലിക് മീറ്റിംഗിൽ ജോൺ ബ്രദറിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ ബ്രദർ അങ്ങോട്ട് ചോദിച്ചു, സിസ്റ്റർക്ക് സന്ധിവേദന ഉണ്ടോ എന്ന് ചോദിച്ചു. സന്ധിവേദനയാൽ ഭാരപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ബ്രദർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ സിസ്റ്റർ താഴെ വീണു എന്നാണ് പറയുന്നത്. എന്നിട്ട് വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞ് പിന്നെ ഇതുവരെ അത് ഒരു ഭാരം ഉണ്ടായിട്ടില്ല എന്നാ പറയുന്നത്. സന്ധിവേദന മാറിപ്പോയി. ഒന്ന് കൈയടിച്ച് സന്ധിവേദന പോയി. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ബ്ലസ് യു. സന്തോഷത്തോടെ. ഈ സിസ്റ്ററുടെ പേര് ദീപ തപൻ എന്നാണ്, തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഈ സിസ്റ്റർക്ക് കഴിഞ്ഞ മാസം തണ്ടൽ വേദന മൂലം വഴുന്നേൽക്കാൻ പറ്റാത്ത ബെഡിൽ കിടപ്പായിരുന്നു. ആ നേരത്താണ് ബ്രദറിനെ ഫോണിൽ വിളിച്ചിട്ടാണ് ഈ സിസ്റ്റർ പ്രാർത്ഥിക്കാനിടയായത്. എനിക്ക് തോന്നി, ഞാൻ ആദ്യം വിളിച്ചിട്ട് സംസാരിച്ചു, പറഞ്ഞു ബ്രദറെ ഞാൻ പൊങ്ങണില്ല, എനിക്ക് പറ്റില്ല എന്നാ പറഞ്ഞു. എനിക്കൊന്ന് 2ാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചു തോന്നുന്നു, 2-3 പ്രാവശ്യം പ്രാർത്ഥിച്ചു തോന്നുന്നു അല്ലേ. ഇപ്പൊ ആരോഗ്യത്തോടെ ഇരിക്കുവോ? കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേമേ. ആ നിമിഷം തന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു എന്നാണ്. എത്രത്തോളം അതിന് സിവിയർ ആയിരുന്നു എന്ന് പറയാവോ? എനിക്ക് ആരെങ്കിലും ഹസ്ബൻഡ് എന്നെ സഹായിക്കണം, തിരിയണമെങ്കിൽ തന്നെ. ഓ, അത്ര വേദന, അത്ര സിവിയർ വേദനയായിരുന്നു. എഴുന്നേക്കാൻ പ്രയാസമായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോ കിടക്കുമല്ലായിരുന്നു? കിടക്കുമായിരുന്നു. ഓക്കെ. പിന്നെ 1 മാസം മുമ്പേ അരയ്ക്ക് കീഴ്പോട്ട് ചലനശേഷി ഇല്ലാത്ത പോലുള്ളൊരു അനുഭവം ഉണ്ടായി. നമ്മൾ തൊടുമ്പോ സെൻസേഷൻ ഇല്ലായിരുന്നു, മരവിപ്പായിരുന്നു. മരവിപ്പായിരുന്നു. തവൻ ഇത്രയും ചെറുപ്പമായിട്ട് എന്തിനാ അസുഖമൊക്കെ പറ. എന്നിട്ട് അതിന് തുടർന്ന് വീണ്ടും നടുവേദനയായി. ഈ സെൻസേഷൻ ഇല്ലാതെ പോലെ എനിക്ക് തോന്നുന്നു ഞരമ്പുകൾ വല്ലതും ബ്ലോക്കായി കാണും. ഞരമ്പൊക്കെ തടിച്ചു കിടക്കുമായിരുന്നു. ഓക്കെ, അതിപ്പോ പൂർണ്ണമായിട്ട് സൗഖ്യമായി. എനിക്ക് തോന്നുന്നു ഞാനൊന്ന് ഞരമ്പ് തടിച്ചിരിക്കുന്നു തൊട്ടു നോക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ അത് നീർന്നായിരുന്നു. 4 മാസം മുമ്പ് ഈ സിസ്റ്ററിന് രാത്രിയിൽ ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. ആ നിമിഷം നമ്മുടെ സിസ്റ്റർ ലീഡറിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ തന്നെ അത് സൗഖ്യമായി പറഞ്ഞു. ഈ ഫാമിലിയുടെ സ്ഥിതികൾക്ക് മാറ്റം വരട്ടെ. അപ്പൊ TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ സെപ്റ്റംബർ 24 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം MDM ജൂബിലി ഹാൾ, തിരുമൂലപുരം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ സെപ്റ്റംബർ 25 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം കമ്മ്യൂണിറ്റി ഹാൾ, നെഹ്റു നഗർ, കുരിയച്ചിറ, തൃശൂർ. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് സെപ്റ്റംബർ 26 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം. ദൈവത്തിൻ്റെ മഹത്വമുള്ള കരങ്ങൾക്കായി നന്ദി പറയുന്നു. ജീവിക്കുന്നൊരു ദൈവത്തെ ഓരോ ദിവസവും അനുഭവിക്കാൻ കഴിയുക, അവൻ്റെ മുഖത്തെ ദർശിക്കാൻ കഴിയുക, മതിയാകാത്ത വിധത്തിൽ ആ സാന്നിധ്യത്തിലായിരിക്കാൻ കഴിയുക. കർത്താവിൻ്റെ കൃപയ്ക്കായി നന്ദി പറയാം. അതനുഭവിക്കുവാനാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഓരോ ദിവസവും അത് വെളിപ്പെട്ടിട്ട് വരട്ടെ, ഓരോ ദിവസവും അത് വെളിപ്പെട്ട് വരട്ടെ. പുതിയ അനുഭവങ്ങളിൽ, പുതിയ ആത്മീയ നിറവിൽ കർത്താവ് നിങ്ങളെ കൊണ്ടുപോകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. രോഗികളായിരിക്കുന്നവർ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സൗഖ്യത്തെ ഏറ്റുപറഞ്ഞാട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ കരം ചലിക്കണം അപ്പാ. ഹല്ലേലൂയ. അവരുടെ ലൈഫിൽ പോരാടുന്ന എല്ലാ ഇരുട്ടിൻ്റെ ബലത്തെയും യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അതിനെ ശാസിച്ചകറ്റുന്ന കർത്താവെ. പുതിയൊരു അനുഭവത്തിലേക്ക്, പുതിയൊരു നന്മയിലേക്ക് ഈ കുടുംബങ്ങൾ വരട്ടെ അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഷോക്കേഴ്സിൽ വെക്കുന്ന സാധനങ്ങൾ, അതിൻ്റെ ബിസിനസ് നടത്തുന്ന ഒരു കുടുംബം. അതേപോലെ ബീഡ്സ് കൊണ്ടുണ്ടാക്കിയ
അതിൻ്റെ കാര്യങ്ങൾ ബിസിനസ് ചെയ്യുന്നൊരു കുടുംബം. ആ കുടുംബത്തിന്മേൽ വളരെ വലിയൊരു തകർച്ചയിലൂടെയാണ് അവർ പോകുന്നത്. എന്നാൽ കർത്താവിൻ്റെ കരം എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടുമെന്നറിയാത്ത വിധത്തിൽ അവർ താണുകൊണ്ടായിരിക്കുന്നത്. അതിൽ നിന്ന് അവരെ കരകയറ്റുന്നത് കാണാം. അവരുടെ ലൈഫിൽ പുതിയ വഴികളെ കർത്താവ് തുറക്കുന്നത് കാണാം. അവർ പോകുന്ന അവരെ രക്ഷിക്കാൻ വരുന്നവർ പോലും മുങ്ങിപ്പോകുന്ന വിധത്തിലുള്ള അത്രയും ഒരു ഇടിവിലേക്കാണ് അവർ പോയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ കരം അവരെ അതിൽ നിന്ന് കരകയറ്റുന്നത് കാണാം, വലിച്ചു കയറ്റുന്നത് കാണാം. ആ തകർന്നു പോയ ആ കപ്പലിനെ കർത്താവ് പൊക്കിയെടുക്കുന്നത് കാണാം. കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അപ്പാ. കർത്താവിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കുടുംബജീവിതം തകർന്നു പോയിട്ട് അതിന്മേൽ പ്രയാസത്തോടായിരിക്കുന്ന, വേദനയോടായിരിക്കുന്ന 2 കുടുംബങ്ങളെ കർത്താവ് കാണിക്കുകയാണ്. വിശ്വാസത്തോടായിരുന്നാട്ടെ, നീതിയെ ചെയ്യുവാൻ കഴിയുന്ന, ന്യായത്തെ നടപ്പാക്കാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അപ്പോൾ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ കുടുംബങ്ങളുടെ മേൽ അവിടുത്തെ പ്രവൃത്തിയെ ചെയ്താട്ടെ അപ്പാ. അപ്പോൾ അവരുടെ സങ്കടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചാട്ടെ അപ്പാ. അപ്പോൾ അവിടുത്തെ പ്രവൃത്തി അങ്ങ് ചെയ്താട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ അപ്പോൾ അവിടുന്ന് സൗഖ്യമാക്കിയാട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം അവരുടെ ജീവിതത്തിൽ ചലിക്കട്ടെ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ സ്നേഹത്തിലും കൃപയിലുമായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.